തീരെ വയ്യാതെ കിടപ്പിലാണ്, കാലിന് പരിക്ക് പറ്റിച്ചു. ഓക്കെ. അപ്പൊ വെള്ളം കൊണ്ട് വയറ് ചെയ്യുമ്പോ ഞാൻ കാല് തേമം ചെയ്യാറുണ്ട്. അവിടെ സഹായം ഇല്ലാതെ ഒതുക്കാൻ പറ്റാത്തതിന് ചില സമയങ്ങളിൽ ഫുള്ളായിട്ട് തേമം ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ രീതിയിൽ നീങ്ങുന്നറിയാണ്. ചോദ്യം, അതായത് നിങ്ങൾക്കാണോ പരിക്ക് പറ്റിയിട്ടുള്ളത്? എനിക്കാണ്. എന്താണ്, കാലിലാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്? കാലിന്. അപ്പൊ വെള്ളം കിട്ടിയാൽ ഞാൻ ആ കാല് തേമം ചെയ്യും. നിങ്ങൾ കാലിലെങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ആണോ ഉള്ളത്? കാലിന് പ്ലാസ്റ്റിക് പ്ലാസ്റ്റർ ഇട്ടിട്ടാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലല്ലാത്ത ബാക്കി ഭാഗങ്ങൾ കഴുകുന്നതിനോ നനക്കുന്നതിനോ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ ഒരാളുടെ സഹായം വേണം. അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് കാര്യം ചെയ്യാനോ. അല്ലേ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒന്നും ചെയ്യണതിന് വിലക്കൊന്നുമില്ല. നിങ്ങളെന്താക്കുക, വെള്ളം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും ചെയ്യാം, ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് നിങ്ങളുടെ കാല് കഴുകുന്നതിന് പകരം കയ്യിൽ വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ കാലിൻ്റെ മുകളിലൂടെ എന്താക്കിയാൽ മതി. നമ്മളെ കാല് കഴുകേണ്ട ഭാഗം ഉണ്ടല്ലോ, അതായത് നെരിയാണിയുടെ താഴേക്കുള്ള ഭാഗം, നെരിയാണി ഉൾപ്പെടെയുള്ള. ഞാൻ ചോദിക്കേണ്ട അതല്ല, നിങ്ങൾ പ്ലാസ്റ്റർ മുട്ട് മുതൽ ചിലപ്പോൾ താഴത്തേക്ക് ഇട്ടിട്ടുണ്ടാവും, അതല്ല വിഷയം. നമ്മൾ നെരിയാണിയുടെ ഭാഗമാണല്ലോ, മുതൽ താഴേക്കാണല്ലോ നമ്മൾ കഴുകേണ്ടത് കാല്. അപ്പോൾ ആ ഭാഗത്ത്, കാല് കഴുകേണ്ട ഭാഗത്ത് കൈ നനച്ച് ആ നനഞ്ഞ കൈ കൊണ്ട് എന്താക്കുക, മൊത്തം ഒന്ന് തടവി കൊടുത്താൽ മതി. വേറെ നിങ്ങൾ തേമത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. മനസ്സിലായോ? അതായത് സാധാരണ ഒന്നു ചെയ്യുന്നു, ഒരു കാലിൽ പ്ലാസ്റ്റർ ഉണ്ട്, അപ്പോൾ മറ്റേ കാലിൽ കഴുകുന്നു, രണ്ടാമത്തെ കാലിൽ നമ്മുടെ നെരിയാണിയുടെ താഴെ ഭാഗം മുതൽ നെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗം വരുന്ന രൂപത്തിൽ കൈ നനച്ച് ആ കൈ കൊണ്ട് അതിൻ്റെ മുകളിലൂടെ പരിപൂർണമായി തടവുകയാണ് വേണ്ടത്. അവിടെ തേമം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ രാത്രിയിലൊക്കെ ഉണർന്നാലൊക്കെ നിസ്കരിക്കാൻ, അപ്പൊ മറ്റുള്ളവരെ വിളിച്ചുണർത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ തൈലം ചെയ്യാലോന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിടക്കാൻ സമയത്ത് അവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി വെക്കാൻ കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഇനി അതൊന്നുമില്ല, ആരും നിങ്ങളെ സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, തേമം ചെയ്യാം. അവിടെ തേമം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊടിമണ്ണ് അത് ഒരു കടലാസിലോ മറ്റോ അവിടെ കൊണ്ടുപോയി വെക്കുകയും എന്നിട്ട് അതിൽ 2 കൈകൾ കൊണ്ട് അടിച്ച് അതിന് ശേഷം മുഖം തടവി അതോടൊപ്പം തന്നെ 2 കൈകളും തടവുന്ന രീതിയാണ് അതിൽ ഉള്ളത്. ആ നിലക്കാണ് തേമം ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളെ കേസിൽ തേമം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമോ, രണ്ടാമത്തത് വെള്ളം ഉപയോഗിക്കുന്നത് രോഗം കൂടാനുള്ള കാരണമാകുന്ന സാഹചര്യമോ, ഉള്ള വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള വെള്ളം ഇല്ലാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തേമം എന്ന് പറയുന്ന സംഭവം ഉള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഈ നിലക്ക് പറഞ്ഞത്. ഇനി ഫർള് നിസ്കാരങ്ങളുടെയും മറ്റൊക്കെ സമയത്ത് നിങ്ങൾക്ക് വെള്ളം എത്തിച്ചു തരാൻ ആളില്ലാതെ വരികയും ആ നിസ്കാരം മൊത്തം നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് ഭയപ്പെടുന്ന ഘട്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തേമം ചെയ്യാവുന്നതുമാണ്. മണ്ണൊന്നും ഇല്ലാതെ അതെ, എത്രേ ഉള്ളൂ. തേമ നമുക്ക് കിടന്നിട്ടോ ഇരുന്നിട്ടൊക്കെ നമ്മളെ സൗകര്യം പോലെ ചെയ്യാം. അത് പ്രയാസമുള്ള കാര്യമല്ല.